ഗായത്രി പുഴയ്ക്ക് കുറുകെ കണ്ണനിക്കടവിൽ നിർമ്മിച്ച പാലം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും പാലങ്ങൾ ഒരു കേന്ദ്രങ്ങളായി മാറുന്നു. പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം, ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം, ബി പാർക്ക് ഇതിനകം തന്നെ പ്രസിദ്ധമായിട്ടുണ്ട്, ജനകീയമായിട്ടുണ്ട്. ലെവൽ ക്രോസുകൾ നമ്മുടെ നാട്ടിൽ യാത്രക്കാരുടെ സമയം ഒരുപാട് കവർന്നെടുക്കാറുണ്ട്. ലെവൽ ക്രോസ് ഒന്നുപോലും ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതി അത് യാഥാർത്ഥ്യമാക്കാൻ കേരളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. വലിയ മുന്നേറ്റമുണ്ടായി. കിഫ്ബി വഹിച്ച പങ്ക് നമ്മളിതിൽ എടുത്തു പറയണം. കിഫ്ബി വലിയ നിലയിലേക്ക് ഫണ്ട് പശ്ചാത്തല വികസനത്തിന് ചെലവഴിച്ചു. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWD മാത്രമായി അനുവദിച്ചത്. PWDക്ക് മാത്രമായി കിട്ടിയതാണ് ഞാനിവിടെ പറഞ്ഞത്. 46,145 കോടി, 528 പദ്ധതികൾ. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്നു. കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായി. ഇങ്ങനെ വലിയ കുതിപ്പാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കുതിപ്പ് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിയുന്നു. ബാബു MLA അധ്യക്ഷനായി. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, പല്ലശ്ശന പഞ്ചായത്ത് പ്രസിഡന്റ് K രാമദാസ്, R അംബിക, R കണ്ണദാസ്, C രജിഷ, K രാജാമണി, K രമാധരൻ എന്നിവർ സംസാരിച്ചു. ഗായത്രി പുഴയ്ക്ക് കുറുകെ പല്ലശ്ശന കണ്ണനിക്കടവ് ഭാഗത്ത് നിർമ്മിച്ച പാലം നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായത്. UTV ന്യൂസ്, പാലക്കാട്.